ഇപ്പോൾ ഈ അവസാനമായിട്ടുള്ള മാസങ്ങളിലെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, തൈറോയിഡ് ഉണ്ടോ? ഇതിലേതാണ് കുറച്ചും കൂടെ ഭീകരത ഉള്ള വിഷയം? എല്ലാത്തിനും അതിൻ്റെതായ ഭീകരതയുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ തൈറോയിഡ്, അൺകൺട്രോൾഡ് തൈറോയിഡ് ആയിട്ട് അയാൾ ഗർഭിണിയാവുകയാണ്. ഇപ്പോൾ TSH വളരെ കൂടുതലാണ്. അതിൻ്റെ അർത്ഥം ആ അമ്മയുടെ ശരീരത്തിൽ തൈറോയിഡിൻ്റെ അളവ് വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ എന്തോ പ്രശ്നം, ആദ്യത്തെ 10 ആഴ്ച കുഞ്ഞിൻ്റെ തൈറോയിഡ് ഗ്രന്ഥി തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയ്ക്ക് എല്ലാം ആവശ്യമുള്ള ഹോർമോൺ ഏതാണ്? തൈറോയിഡ് ഹോർമോണാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് അമ്മയുടെ ശരീരത്തും കുറവാണെങ്കിൽ ഒന്ന് ആലോചിച്ചു പോകും. അപ്പം കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയും ആ ഒരു പ്രോഗ്രസ്സിനെ അത് അഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഷുഗർ അൺകൺട്രോൾഡ് ആയിട്ട് ഒരാൾ ഗർഭിണിയാവുകയാണെങ്കിൽ HbA1c ഒരു 7 മുകളിൽ വരികയാണ്, ഒരു 8, 9, 10 ഒക്കെ വരുന്ന ഒരു ഗർഭിണിയാണ്. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ പ്രഷർ ഉള്ളപ്പോൾ പ്രഷർ കൂടുതലും എന്താണ്, കുറേയധികം പ്രശ്നം ഉണ്ടാക്കും. പ്രഷർ നേരത്തെ ഉണ്ടാവാം, ക്രോണിക് ഹൈപ്പർ ടെൻഷൻ ആയിട്ടുണ്ടാവാം, വലിയൊരു 5 മാസം കഴിഞ്ഞിട്ടുള്ള പ്രശ്നം ഉണ്ടാവാം. രണ്ടാണെങ്കിലും എന്താ ഉണ്ടാകുന്നത്, കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം കുറയാനുള്ള സാധ്യത ഉണ്ടാകും. കുഞ്ഞിന് വളർച്ചക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യത, കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കുറയാനുള്ള സാധ്യത, കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം കുറയാനുള്ള സാധ്യത. ഇവിടെയൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രഷറും ഷുഗറിലും, പ്രത്യേകിച്ച് പ്രഷറിൽ എപ്പം കുഞ്ഞിനെ പുറത്തെടുക്കണം എന്നുള്ളതാണ് പ്രധാനം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 9 മാസം ഒരു ഡ്യൂ ഡേറ്റ് എന്നുള്ള രീതിയിലായിരിക്കത്തില്ല വെക്കുന്നത്. കുഞ്ഞിന് കിടക്കുന്ന ആ റൂമിൽ കിടക്കുന്ന കുഞ്ഞ് ഇച്ചിരി കോംപ്രമൈസ്ഡ് ആണെങ്കിൽ, കുഞ്ഞിനെ പുറത്തെത്തിക്കുകയാണെങ്കിൽ കുഞ്ഞിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പുറത്തെത്തിക്കുന്ന ടൈമിങ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.